സ്വർലോകനാടൻ്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശുക്രിസ്തു ധന്യനാമത്തിൽ എൻ്റെ വന്ദനവും സ്നേഹവും പ്രാർത്ഥനയും കൈമാറുന്നു. പ്രാർത്ഥനയോടുകൂടെ അല്പസമയത്തിൻ്റെ മുമ്പിൽ മനഃപൂർവ്വം ഇരുന്നാൽ നിങ്ങൾക്ക് ഒരു അനുഗ്രഹം വരാതിരിക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അന്യമായ ധാരാളം ചിന്തകളാലും വിചാരങ്ങളാലും ആയിരിക്കുന്നവർക്ക് അത് ലഭിക്കുകയില്ല. ഒരിക്കൽ യേശു പറഞ്ഞു, സ്ത്രീയെ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു, എന്നാൽ നിന്റെ സഹോദരി എൻ്റെ അരികത്തുണ്ടല്ലോ, അവൾ നല്ല അംശം തിരഞ്ഞെടുത്തു, അതുകൊണ്ട് അവളിൽ നിന്നത് ആരും അപകരിക്കത്തില്ല. നിൻ്റെ ഈ വിചാരവും പ്രയത്നമൊന്നും അല്ല പ്രധാനം എന്ന് പറഞ്ഞതുപോലെ വിചാരവും പ്രയത്നവും കിച്ചണിലെന്തെങ്കിലും വെച്ചിട്ട് അഥവാ സ്റ്റൗവിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇവിടെ വന്നിരുന്നാൽ നിങ്ങൾക്ക് വിചാരവും ആലോചനയും ഉണ്ടാവുള്ളൂ. പിന്നെ എന്ത് വേണം? അത് ഓഫാക്കിയിട്ട് വരണം. ഇത് അതിനേക്കാൾ വലുതാണെന്നേ. ശരി, കർത്താവ് സഹായിക്കട്ടെ. ഞാൻ നിങ്ങളെ കുടുക്കിട്ടതല്ല. നമുക്ക് കഴിഞ്ഞ 2 ആഴ്ച പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി കേൾക്കാം. കഴിഞ്ഞ 2 ആഴ്ച പറഞ്ഞു വെച്ചത് പാരമ്പര്യവാദങ്ങൾ 2 തരം. ഇന്നും അത് തന്നെ തുടരുകയാണ് 3-ാമത്തെ എപ്പിസോഡായിട്ട്. ആ 2 എപ്പിസോഡുകളിൽ പറഞ്ഞത് കുടുംബ പാരമ്പര്യങ്ങളിൽ പറഞ്ഞ, പത്രോസ് ശ്ലീഹ പറഞ്ഞ, പൗലോസ് ശ്ലീഹ കാണിച്ചു തന്ന ആ 2 പാരമ്പര്യങ്ങൾ, അവർ രണ്ടുപേരുടെയും ജീവിതത്തിൽ വന്ന മാറ്റത്തിലും അവരായിരിക്കുന്ന മണ്ഡലത്തെക്കുറിച്ചുമുള്ള ആ നന്മകളുടെ സാക്ഷ്യങ്ങൾ, അതായിരുന്നു ചിന്തിച്ചത്. ഇന്ന് ചിന്തിക്കുന്നത് ക്രിസ്തീയ പാരമ്പര്യത്തെക്കുറിച്ചാണ്, അഥവാ പുതിയ നിയമസഭയുടെ പാരമ്പര്യം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനുവേണ്ടി ക്രിസ്തീയ സഭയുടെ പാരമ്പര്യം എന്നൊക്കെ പറയുമ്പോൾ മഹത്തായ ഉന്നതമായ ശ്രേഷ്ഠമായ കാര്യമായതുകൊണ്ട് അതിൻ്റെ തുടക്കം എവിടെയാണെന്ന് പോയി നോക്കിയിട്ട് വരാം. അത് ഏതിലാണ് പോയതെന്ന് പരിശോധിക്കാം. ഇപ്പോഴായിരിക്കുന്ന അതുമായിട്ട് ബന്ധമുണ്ടോ എന്ന് നോക്കാം. ശരി, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന് 41-42 വാക്യം ആദ്യം വായിക്കുന്നു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. സഭയുടെ ജന്മനാൾ എവിടെ? ഒന്നറിയുന്നതിൽ എന്താ തെറ്റ്? അറിയാതിരുന്നാൽ തെറ്റ് വരാമല്ലോ. അതുകൊണ്ട് അറിയണം. എന്തെങ്കിലും അറിഞ്ഞാൽ പോരാ, കൃത്യം അറിയണം, പദ്യം അറിയണം, വ്യക്തമായി അറിയണം. പുതിയ സഭ ആരംഭിക്കുന്നത് ആണ് വായിച്ചത്. യഹൂദന്മാരുടെ പെരുന്നാളായിരിക്കുന്ന ഒരു പെന്തക്കോസ്ത് പെരുന്നാൾ ദിവസത്തിൽ പല രാജ്യങ്ങളിൽ നിന്നായിട്ട് അനേകരെ യെരുശലേമിൽ പെരുന്നാൾ ആഘോഷിക്കാൻ വന്നിരുന്നു. ആ പെരുന്നാളിൻ്റെ പേര് പെന്തക്കോസ്ത് പെരുന്നാൾ എന്നാണ്. ആ പെന്തക്കോസ്ത് പെരുന്നാൾ ആചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത വീട്ടിലെ മാളികമുറിയിൽ നിന്ന് എന്തൊരു വലിയ ആരവാര ശബ്ദം കേൾക്കുന്നു. കുറേ നേരം ശ്രദ്ധിച്ചപ്പോൾ പാട്ട് കേൾക്കുന്നു, അവരുടെ മാതൃഭാഷകളിൽ സംസാരിക്കുന്നത് കേൾക്കുന്നു, പല ഭാഷക്കാരായിരിക്കുന്നവരുടെ ഭാഷകൾ ഇവിടെ സംസാരിക്കുന്നു. അവർ ചിലരിങ്ങോട്ട് ഓടിക്കൂടി വന്നു അവർ നോക്കുമ്പോൾ ഇവരെല്ലാം ഒരേ ദേശക്കാരാണ്, ഒരേ രാജ്യക്കാരാണ്. ഇവർക്ക് എങ്ങനെ വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കാൻ കഴിയുന്നു എന്നൊക്കെ അവരിങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ച് ചഞ്ചലിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവരിൽ ചിലർ പറഞ്ഞു, ഇവരെ ഇത്തിരി ലഹരി പിടിച്ചിട്ടുണ്ട്, അതാണ് കാര്യം.
വീഞ്ഞ് കുടിച്ചാൽ ലഹരി വരുമെന്ന് യഹൂദന്മാർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ പറഞ്ഞു ഇവർ വീഞ്ഞ് കുടിച്ചിട്ടുണ്ട്, ലഹരിയിലാണ്. ഇത്രയും ആയപ്പോൾ അത് ദൈവാത്മാവ് അപ്പോസ്തലന് ബോധം നൽകി. അതിലൊരാളായിരുന്ന പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിക്കാനായിട്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കുന്നത് വ്യർത്ഥമാണ്. ഞങ്ങളാരും ഇപ്പോൾ ലഹരി പിടിച്ചവരല്ല. ഒന്നുകൂടി പറഞ്ഞാൽ ഞങ്ങളാരും മദ്യം കഴിക്കുന്നവരല്ല. ഞങ്ങൾ കഴിച്ച ഈ മദ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് മുഴു ലോകത്തോടും വിശേഷാൽ ശിഷ്യന്മാരോടുമായിട്ട് യേശു കർത്താവ് പറഞ്ഞിരുന്ന പ്രകാരമുള്ള വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയാകുന്ന പരിശുദ്ധാത്മാവിനെ അയച്ചപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 120 പേരായ ഞങ്ങളുടെ മേൽ ഈ ആത്മാവ് വന്നതിൻ്റെ നിമിത്തം ഞങ്ങൾ പാടുകയും പ്രാർത്ഥിക്കുകയും സന്തോഷിക്കുകയും അനുദപിക്കുകയും ഒക്കെ ചെയ്ത ആ ശബ്ദത്തെയാണ് നിങ്ങൾ ലഹരി പിടിച്ചവരെന്ന് പറയുന്നത് എന്ന വിധത്തിൽ പത്രോസ് ലീഗ അവരോട് പ്രസംഗിച്ചതായിട്ട് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ വായിച്ചത് നിങ്ങൾക്ക് കാണാം. ശരി, അങ്ങനെ വായിച്ചും പറഞ്ഞും കേട്ടുമൊക്കെ വന്നപ്പോൾ കുറച്ചു നേരം കേട്ടപ്പോൾ യേശുവിൻ്റെ ക്രൂശുമരണവും യേശുവിൻ്റെ ഉയർപ്പും യേശുവിൻ്റെ ശരീരം ദ്രവിക്കാത്തതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളെന്ന പോലെ ഉള്ള കാര്യമായതുകൊണ്ട് പത്രോസ് അത് എണ്ണി അങ്ങ് വിശദീകരിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു കൂട്ടം ആൾക്കാർ ചോദിച്ചു, അല്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലേ അത് സത്യമൊക്കെ ആണെന്നൊക്കെ അവർക്ക് അങ്ങ് തോന്നി. അപ്പോൾ ദൈവാത്മാവ് കത്തിയേറിയുന്ന സമയമായിരുന്നത്, അത്രയും തീവ്രമായി ഉണർവ് നടക്കുന്ന സമയമായിരുന്നത്. 37-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക ശേഷേ. അതായത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 37-ാമത്തെ വാക്യം. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? നിങ്ങൾ ചെയ്യേണ്ടത് പെരുന്നാൾ അലങ്കോലപ്പെടുത്താതെ പോയി പെരുന്നാൾ കൂടുക? നോ. പെരുന്നാളിൻ്റെ ദിവസം തീർന്നിട്ട് വരിക? നോ. ആ പിന്നെ എന്നുള്ള പദം അനുവദനീയമല്ല. ഒരിക്കൽ ഫറവോ രാജാവിൻ്റെ കൊട്ടാരത്തിൽ തവളകൾ കയറിയിട്ട് ബെഡ്റൂമെല്ലാം തവളയായി, മെത്തയെല്ലാം തവളയായി. മോശേനെ പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോൾ മോശ ചോദിച്ചു, എപ്പോഴാണ് പ്രാർത്ഥിക്കണ്ടേ? അപ്പോൾ ഫറവോ പറഞ്ഞു, നാളെ മതിയെന്ന്. വിദേശിമാരായവർക്ക് തോന്നും ഞങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ കഴിയുന്നത് ഇന്നും കൂടെ തവളയുടെ കൂടെ നാളെ മതി. ആ പരിപാടി ദൈവത്തിനില്ല. അങ്ങനെ പരിപാടി, നാളേക്കുള്ള പരിപാടി ദൈവത്തിനില്ല. ഇന്ന്, ഇപ്പോൾ. നിങ്ങൾക്ക് തോന്നും ഞാനിത് എവിടെ നിന്നാണ് പറയുന്നത്? ഞാൻ പറയുന്നത് തിരുവെഴുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോൾ കൃപായുഗത്തിലെ സമാപനത്തിലേക്ക് എത്തിയപ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഇപ്പോൾ. ആ ഇപ്പോഴെന്ന പദമെടുത്തിട്ട് എന്ന പോലെ ഇവർ ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സിസ്റ്ററെ, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച ചോദ്യത്തിന് എന്താണ് മറുപടി? നിങ്ങൾ മാനസാന്തരപ്പെട്ട്. പെരുന്നാൾ കൂടിയാൽ പോരാ, മാനസാന്തരപ്പെടണോ? അത് കുറച്ച് കടുപ്പായി പോയി. സ്തോത്രം. ഏതായാലും നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി. അപ്പൊ പാവം ഉള്ളവരാണോ ഇവര് പെരുന്നാൾ കൂടുന്നത്, പെന്തക്കോസ്ത് പെരുന്നാൾ ആചരിക്കുന്നത്? വർഷം തോറും ഉള്ളതല്ലേ അത് പഴയ നിയമ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതല്ലേ? അതിന് കാലം കഴിഞ്ഞു സഹോദരാ, അതിന് സമയം തീർന്നു. അതൊരു ഇടക്കാല പീരീഡ് വേണ്ടി ദൈവം തന്നതാ. അത് വായിക്കരുത്, മിണ്ടരുത്, അതിനെക്കുറിച്ച് പഠിക്കരുത്, ഇതൊന്നും അല്ല അതിനർത്ഥം. അതല്ല നിൻ്റെ അടിസ്ഥാന ശില. ഇനി പെന്തക്കോസ്ത് പെരുന്നാൾ യഹൂദന്മാരുടെ ആചാരപ്രകാരം ന്യായപ്രമാണത്തിലെ ദൈവകൽപ്പനയായിരുന്നു. ആ കൽപ്പന യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണ സമയത്ത് കീറിക്കളഞ്ഞു, അത് നിർത്തിക്കളഞ്ഞു.
ഇതൊക്കെ അറിയാതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും, അത് പോട്ടെ, സാരമില്ല, ഞാൻ അവിടെ നിൽക്കുന്നില്ല. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പാപം പരിഹരിക്കണം, അതിന് മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട് പാപം പരിഹരിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേൽക്കണം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റ പുള്ളികളാണ്. സ്തോത്രം, സ്തോത്രം. നമ്മൾ ഈ കൈക്കുഞ്ഞിനെ മുക്കുമ്പോൾ അങ്ങനെ പറയില്ലേ, പിതാക്കന്മാരൊക്കെ എങ്ങനെ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളെ എങ്ങനെ കൊണ്ടുപോയി പരിച്ഛേദന ഏൽപ്പിച്ചു, അതിൻ്റെ പിന്തുടർച്ചയാന്നൊക്കെ. വെറും പൊളിയാ. അത് വേറെ, ഇത് വേറെ, അതും അവിടെ വിഷയമല്ല. അപ്പോൾ നിങ്ങൾ സ്നാനമേൽക്കണം, ഓരോരുത്തരും യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേൽക്കണം. അങ്ങനെ സ്നാനമേൽക്കുക. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കും ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളുടെ മക്കൾക്കുള്ളതാണ്, ദൈവം വിളിച്ചു വരുന്ന എല്ലാവർക്കും ഉള്ളതാണ്. ചുരുക്കി പറയട്ടെ, പെരുന്നാൾ വന്നതിൽ ഒരു കൂട്ടം ആൾക്കാർ അംഗീകരിച്ചു. ആ സമയം വരെ ആകെ പ്രാർത്ഥിക്കാൻ 10 ദിവസം ഒരുമിച്ചിരുന്ന ടീമിൻ്റെ നമ്പർ 120 പേരാണ്. 120 പേര് ഒരാൾ പ്രസംഗിച്ചത് പത്രോസ്ലീഹായായിരുന്നു. ആ സന്ദേശം അംഗീകരിച്ച, ആ ഉപദേശം അംഗീകരിച്ച ആൾക്കാർ സ്നാനപ്പെട്ട 3000-ഓളം പേരാണ്. അങ്ങനെ 3120 പേരായി. 3120 പേര് കൊണ്ട് ആരംഭിക്കുന്നതാണ് ദൈവസഭയുടെ ജന്മനാൾ. നിങ്ങൾ എന്നോട് തിരിഞ്ഞു ചോദിക്കാതിരിക്കട്ടെ, സ്നേഹത്തോടെയോ സൗമ്യതയോടെയോ ദേഷ്യത്തിലൂടെയോ ചോദിക്കാതിരിക്കട്ടെ, ഏതാ താങ്കളുടെ പാരമ്പര്യം ചോദിച്ചാൽ ഇതാണ് എൻ്റെ പാരമ്പര്യം. പ്ലീസ് എന്നോട് പിണങ്ങണ്ട. നിങ്ങൾ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ പുസ്തകത്തോട് പറഞ്ഞോളി, ദൈവത്തോടും പറഞ്ഞോളി. ഇതാണ് എൻ്റെ പാരമ്പര്യം, ഇതാണ് ആത്മീക പാരമ്പര്യം, ഇതാണ് ക്രിസ്തീയ പാരമ്പര്യം, ഇതാണ് വിശുദ്ധന്മാരുടെ പാരമ്പര്യം. ശരി, ആകട്ടെ. അങ്ങനെ അവർ 3000 പേര് സ്നാനം വരും, 3120 പേരായി. എന്നിട്ട് ആ അധ്യായം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുകയാണ്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. രക്ഷിക്കപ്പെടുന്നവരാണ് സഭയിൽ ചേരുന്നതെന്ന്. ആ 47-ാമത്തെ വാക്യം വായിക്കാമെങ്കിൽ അങ്ങ് വായിച്ചേക്ക്. ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണോ നോക്കാമല്ലോ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. കർത്താവ് സഭയോട് ചേർക്കുന്നതാണ് സഭ. കർത്താവ് ചേർക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഈ പ്രവൃത്തി ചെയ്യുന്നതാണ് സഭ. ആ സഭയുടെ പേരാണ് ദൈവസഭ. പിന്നെ പെന്തക്കോസ്ത് എങ്ങനെ വന്നു? അത് ഈ പെന്തക്കോസ്ത് പെരുന്നാൾ ദിവസം ഉണ്ടായതുകൊണ്ട് നാട്ടുകാർക്ക് കൊടുത്ത പേരാണത്. ഒന്നുകൂടി പറഞ്ഞാൽ അന്ത്യോക്യയിൽ വെച്ച് യേശുവിൻ ശിഷ്യന്മാർക്ക് ഇട്ട് കൊടുത്ത പേരാണത്. എൻ്റെ വിഷയം അതല്ല. ആത്മീക പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെയാണ്? ക്രിസ്തീയ പാരമ്പര്യം എന്തൊക്കെയാണ്? അവർ വന്നവരെല്ലാം പത്രോസിനേക്കാൾ മുമ്പന്മാരും വമ്പന്മാരും കൊമ്പന്മാരുമായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിനാരും വലിപ്പ് കയറിയവരല്ലായിരുന്നു. പരിശുദ്ധാത്മാവ് പത്രോസിൽ കൂടെ പറഞ്ഞു, മാനസാന്തരപ്പെടണം, നിർത്തിക്കോ പെരുന്നാൾ. സ്തോത്രം. ഞങ്ങളൊക്കെ എത്രയോ പെരുന്നാൾ കൂടിയ ആൾക്കാരാ, പെരുന്നാളിന് ചെലവിട്ട ആൾക്കാരാ. അപ്പോൾ അതുപോട്ടെ, ഈ മാനസാന്തരപ്പെടണം, സ്നാനപ്പെടണം. 41-ാം വാക്യം, 41. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. കേട്ടവരെല്ലാവരും സ്നാനപ്പെട്ടു എന്നല്ല, വാക്ക് കൈക്കൊണ്ടവർ സ്നാനപ്പെട്ടു എന്നാ. കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചവർ, കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചവർ, കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അനുസരിക്കാൻ തയ്യാറായവർ, കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അവരവരുടെ ജീവിതത്തെ നേർവഴിക്ക് തിരിക്കാൻ മനസ്സുവെച്ചവർ, കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ഭാവിയും ശാന്തിയും തേടുന്നവർ. അല്ലാത്തവർ ഇതൊക്കെ ഇങ്ങനെ കണ്ടും കേട്ടും പോകും. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതാണ്. വന്നവരെല്ലാവരും ഇത് കേട്ട് അംഗീകരിച്ചൊന്നുമില്ല. അന്ന് 3000-ഓളം പേർ. ഓക്കെ, അപ്പോൾ അവർ സ്നാനപ്പെട്ടു. അവർ സഭയോട്, ഇതാണ് സഭയുടെ തുടക്കം, സഭയുടെ ഉത്ഭവം, ഇതാണ് സഭയുടെ പാരമ്പര്യത്തിൻ്റെ ആരംഭം. അങ്ങനെ ഇരിക്കെ ഈ സ്നാനപ്പെടുന്ന കാര്യമൊക്കെ കേട്ടപ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം പൂർത്തിയായി എന്ന്.
സ്തോത്രം. നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിലെ 8 മുതൽ 10 വരെ ഒന്ന് വായിച്ചു നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം 3-ന്റെ 8 മുതൽ 10 വരെ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിനെ മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. മതി മതി. യോഹന്നാൻ സ്നാപകൻ യോർദാന്റെ തീരത്ത് നിന്നുകൊണ്ട് പ്രസംഗിക്കുകയും പ്രസംഗം അംഗീകരിച്ചവരെ മുമ്പോട്ട് വന്നപ്പോൾ യോഹന്നാൻ പറഞ്ഞത് അനുസരിക്കുകയും ചെയ്തതായ ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞത്. 7-ാം വാക്യം വായിച്ചാട്ട് അതിന് 3-ന്റെ 7. മത്തായി എഴുതിയ സുവിശേഷം 3-ന്റെ 7. തന്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടാറെ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? ഇതാണ് ഉപദേശം. യോഹന്നാൻ സ്നാപകന്റെ ഉപദേശം ഇതാണ്. എന്താണ് പറയുന്നത് യോഹന്നാൻ സ്നാപകൻ? അതായത് സ്നാനത്തിനായി വന്നവരായ എല്ലാവരോടും പറഞ്ഞു, വിശേഷാൽ 2 പേരോട് എടുത്തു പറഞ്ഞു, പരീശരും സദൂക്യരും. പരീശരെന്നുള്ള കാര്യം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞപ്പോൾ പൗലോസ്ലീഹ പരീശനായിരുന്നു എന്നും തൻ്റെ കുടുംബം പരീശന്മാരുടെ കുടുംബമാണ്, അല്ലെങ്കിൽ പിതാവ് പരീശനായിരുന്നു ഒക്കെ ഞാൻ പറഞ്ഞല്ലോ. ഉപദേഷ്ടാവ്, പരീശൻ എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം ഉപദേഷ്ടാവ് എന്നാണ്, പുസ്തകത്തിൽ അതാ കാണുന്നത്. അപ്പോൾ പരീശന്മാരിൽ ചിലർ യോഹന്നാൻ സ്നാപകൻ്റെ മുമ്പിൽ സ്നാനത്തിന് വന്നു. അദ്ദേഹത്തിൻ്റെ പേര് യോഹന്നാൻ എന്ന്. അവൻ സ്നാപകൻ എന്ന് പറയുന്നത് സ്നാനപ്പെടുന്ന ആളായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. യോഹന്നാൻ സ്നാപകൻ്റെ മുമ്പിൽ സ്നാനത്തിന് വന്നു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് വരുവാനുള്ള കോപത്തിൽ നിന്ന് ഓടിപ്പോകാൻ ഉപദേശിച്ചത് ആരാ? അപ്പോൾ ഒരു ഉപദേശം വേണം, പരീശനൊരു ഉപദേശം വേണം. പിണങ്ങല്ലേ? സദൂക്യർക്കൊരു ഉപദേശം വേണം. ദൈവമില്ലെന്നും പുനരുദ്ധാനമില്ലെന്നും പറയുന്ന പാർട്ടിയാണ് സദൂക്യർ. ദൈവം ദേശത്ത് സന്ദർശിച്ചപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ കാറ്റടിച്ചപ്പോൾ ഇരിക്കപ്പുറത്തിയില്ലാതായി സദൂക്യർക്ക്. ഇപ്പോൾ ദൈവം ഉണ്ടെന്ന് സമ്മതിക്കാൻ തയ്യാറായി, പരീക്ഷയുടെ കൂടെ കൂടാൻ തയ്യാറായി. അങ്ങനെ പരീക്ഷന്മാരും സദൂക്യരും വന്നു. അപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് വിട്ട ഓമന പേര സർപ്പസന്തതി. ഞാനത് വിശദീകരിക്കുന്നില്ല, പോട്ടെ. നിങ്ങൾക്ക് ദൈവകോപം ഒഴിഞ്ഞ് ഓടാൻ ഉപദേശിച്ചു തന്നാരാ? എൻ്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ എന്നെ ഒന്ന് മറക്ക്, ഇതൊന്ന് അംഗീകരിക്കുക, ഈ വചനം ഒന്ന് അംഗീകരിക്കുക. അംഗീകരിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന ദോഷത്തിൽ നിങ്ങൾ പങ്കാളികളാവും. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഈ വിഷയം ഇതിലിപ്പോഴാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചേ. ദൈവകോപം വരാനുണ്ട്. എന്തിനാ ദൈവം ഇങ്ങനെ കോപിക്കുന്നത്? ദൈവം സ്നേഹവാനല്ലേ? സ്നേഹവാനായ ദൈവം കോപിക്കുമോ? സ്നേഹം മറഞ്ഞ സ്നേഹമല്ല, തുറന്ന സ്നേഹമാണ്. മറഞ്ഞ സ്നേഹത്തിനകത്ത് ഈ വിധം ഒളിപ്പിച്ചു വയ്ക്കലുണ്ട് കോപത്തെ. ദൈവത്തിന് അതില്ല. സ്നേഹമുള്ളപ്പോൾ തന്നെ തെറ്റിൻ്റെ നേരെ, പാപത്തിൻ്റെ നേരെ കൺസെഷനില്ല, അല്ലെങ്കിൽ കോംപ്രമൈസ് ഇല്ല, അല്ലെങ്കിൽ അനുരഞ്ജനമില്ല. അപ്പോഴാണ് പറഞ്ഞത്, ഈ വരുവാനുള്ള കോപത്തിൽ നിന്നുള്ള ഒഴിഞ്ഞോട്ടത്തിനാണ് നിങ്ങൾ വന്നത്. നല്ല കാര്യം ഓക്കെ. ആ നല്ല കാര്യമെന്ന് സമ്മതിച്ചുകൊണ്ട്, അത് അംഗീകരിച്ചുകൊണ്ട് യോഹന്നാൻ ഇവരെ സ്നാനപ്പെടുത്തി. അത് കഴിഞ്ഞിട്ടാണ് 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, ഞാൻ വായിപ്പിച്ചതാണെങ്കിലും ഒന്നുകൂടെ വായിക്കാം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. ഇനി പഴയ പണി എടുക്കരുത്. 2 തോണി കാല് വെക്കണ്ട. ലോകം ഒരു തോണി, ദൈവത്തിൻ്റെ ഭാഗത്ത് ദൈവം ഒരു തോണി. പറ്റില്ല. ലോകം നിന്നെ കയറാൻ വിടരുത്. നീ ലോകത്തിൽ നിന്ന് വേർപെട്ടവനാണ്. അതാണ് സ്നാനം. ടാറ്റ പറയുന്നു. പാവത്തോട് ടാറ്റ, പാരമ്പര്യത്തോട് ടാറ്റ, ലോകത്തോട് ടാറ്റ, സ്വാർത്ഥതകളും സ്വയസിദ്ധമായിരിക്കുന്ന അഹങ്കാരങ്ങളോട് എല്ലാത്തിനും ടാറ്റ. അതാ സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇനി
നിങ്ങൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അടുത്ത വരി എന്താ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അടുത്ത വരി കേൾക്കാം. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. ഹൃദയത്തിൽ പോലും നിങ്ങൾക്ക് ഇനി ഈ ചിന്ത ഉണ്ടാകരുത്, പാരമ്പര്യത്തിൻ്റെ ചിന്ത. എന്താ പാരമ്പര്യം? ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകളാകുന്ന തലമുറകളാണെന്നേ. ഞങ്ങളെ ആരും പഠിപ്പിക്കേണ്ടെന്നേ. ഞങ്ങൾക്കിതൊക്കെ അറിയാമെന്നേ. ദൈവത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയാം, പ്രമാണത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയാം, അത് നടത്തിപ്പുകാരായിരുന്ന പലരെയും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് വെറുതെ ഞങ്ങളോട് പറഞ്ഞ് സമയം കളയേണ്ടെന്നേ. ഞങ്ങളോട് ഇനിയും പറഞ്ഞാൽ നിങ്ങൾ വിവരം അറിയും എന്നൊക്കെ പറഞ്ഞ് മൂപ്പിക്കുന്നില്ലേ? അബ്രഹാം മുഴുവൻ ലോകവും എല്ലാ കാലത്തും അംഗീകരിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന ഒരു ദൈവ മനുഷ്യനാണ്. ഒരു വ്യത്യാസവുമില്ല. ഞാനും അങ്ങനെ തന്നെ. പക്ഷേ അബ്രഹാമിൻ്റെ പരമ്പരകളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി പൊങ്ങച്ചം പറയരുത്. അങ്ങനെ പറയാൻ തുടങ്ങിയാൽ, താഴത്തെ വാക്യത്തിൽ വായിച്ച്, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. പാവികളാകുന്ന മനുഷ്യരെക്കുറിച്ച് പറഞ്ഞാണ് വൃക്ഷങ്ങൾ. വിഷമിച്ചിട്ടും പിണങ്ങിയിട്ടും കാര്യമില്ല. ദൈവം കാര്യം വ്യക്തമാക്കി തീർത്ത് പറയുന്നവനാണല്ലോ. ആ തീർത്ത് പറഞ്ഞ വാക്കിലാണ് ഉൾപ്പെട്ട് കിടക്കുന്നത്. ആ ഉൾപ്പെട്ട് കിടക്കുന്ന തീർത്ത് വാക്യത്തിൽ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: പാവികളാകുന്ന മനുഷ്യവർഗത്തിൻ്റെ ചുവട്ടിൽ കോടാലി ഇരിപ്പുണ്ട്. ആ കോടാലി ഇവിടുത്തെ കൊല്ലന്മാരുണ്ടാക്കിയ കോടാലിയല്ല. പറഞ്ഞു നിൽക്കാൻ സമയം പോരാ. ന്യായവിധിയുടെ കോടാലി ഇരിപ്പുണ്ട്. ന്യായവിധിയുടെ. നീ കണ്ടില്ലായിരുന്നോ? നീ കേട്ടില്ലായിരുന്നോ? നീ അറിഞ്ഞില്ലായിരുന്നോ? ഇത് മറ്റ് പലരും പറഞ്ഞപ്പോൾ ആക്ഷേപിച്ചും നിന്ദിച്ചും പരിഹസിച്ചും പുച്ഛിച്ചും തള്ളിക്കളഞ്ഞു പോവുകയില്ലായിരുന്നു ഇതേ. അപ്പോൾ നിനക്ക് ഇനി വേറെ മാർഗമൊന്നുമില്ല. അയ്യോ, നീ വലിയ മകാൻ അബ്രഹാമിൻ്റെ പരമ്പരത്തിൽപ്പെട്ട കോടാലി ഇരിപ്പുണ്ട് അവിടെ. കോടാലി. സ്തോത്രം. ഇതാണ് സുവിശേഷം. ആ സുവിശേഷം ഓർക്കുക. ആ സുവിശേഷം മനസ്സിലായി ഞങ്ങളെ അഹോരാത്രം പാടുപെട്ട് സകലത്തിലും ഒതുങ്ങി ഞെരുങ്ങി പിശുക്കി ജീവിച്ച് ഈ സന്ദേശം മനുഷ്യൻ്റെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ ദാഹം, കൊതി, ആർത്തി നിവർത്തിക്കുമ്പോഴേ നിങ്ങൾക്കിതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കാം. പോകട്ടെ, പറഞ്ഞത് പാരമ്പര്യവാദം പറയാൻ ഇനി മെനക്കെടരുതെന്നാണ് പറഞ്ഞത്. അബ്രഹാം പിതാവായിട്ടുണ്ടെന്നതിൻ്റെ ഹൃദയത്തിൽ പോലും ഇനി പറയരുത്. അത് ഞാൻ അടിവരയിട്ടു എന്നർത്ഥം. പരിശുദ്ധാത്മാവ് അടിവരയിട്ടു. ആ പീരീഡ് കഴിഞ്ഞു. ഇനി ക്രിസ്തുവാണ് നിൻ്റെ പാരമ്പര്യം. ഇനി ദൈവസഭയാണ് നിൻ്റെ പാരമ്പര്യം. ഇനി ആ ഉപദേശമാണ് നിൻ്റെ പാരമ്പര്യം. അതല്ല എങ്കിൽ മോനെ, ഇവിടെ വട്ടപൂജ എന്ന് മാത്രമല്ല, ഒരിക്കലും സ്വസ്ഥതയോടെ കിടന്നുറങ്ങാൻ പറ്റില്ല, സമാധാനത്തോടെ ഉണരാൻ പറ്റില്ല, അന്യോന്യം ഐക്യതയോടെ പെരുമാറാൻ പറ്റില്ല. എത്രയോ വീടുകളിൽ എന്നാണെന്നറിയാം, ഛിദ്രബുദ്ധി എന്നുള്ള വാക്ക് ഞാൻ ഉണ്ടാക്കിയതല്ല, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അവിടെ ഛിദ്രബുദ്ധിയാണ്. ഒരാൾ പറയുന്ന ഒരാൾക്ക് ചേരുകയില്ല, ഒരാൾ പറയുന്ന മറ്റൊരാൾക്ക് ചേരുകയില്ല. രണ്ടുപേരും കട്ടയ്ക്കട്ടയാണ്. ഒരു പാത്രം മറ്റൊരു പാത്രത്തിൽ ഇറങ്ങില്ല. രണ്ട് പാത്രം ഒരേ വലിപ്പത്തിലാണെന്ന് പോലെ. അതുപോലെ ഛിദ്രബുദ്ധി, എല്ലാത്തിൻ്റെയും ഛിദ്രബുദ്ധി. കാരണം എന്നാണെന്നറിയാമോ? ഈ പാരമ്പര്യ ശാപമാണ് അവിടെ കിടക്കുന്നത്. യഥാർത്ഥ പാരമ്പര്യം ക്രിസ്തീയ പാരമ്പര്യമാണ്. ക്രിസ്തീയ പാരമ്പര്യത്തിൻ്റെ തുടക്കം ഇതാ അപ്പോസ്തലപ്രവൃത്തി 2:37 മുതൽ വായിച്ചില്ലേ ഞാൻ? അതുകൊണ്ട് മനസ്സിലാക്കുക, ഈ പാരമ്പര്യത്തിൻ്റെ തുടക്കം എവിടെയാണ്? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പാരമ്പര്യത്തിൻ്റെ തുടക്കം കുടുംബ പാരമ്പര്യമായിരുന്നു. ഈ പറയുന്ന പാരമ്പര്യം ക്രിസ്തീയ പാരമ്പര്യമാണ്, അഥവാ ആത്മീയ പാരമ്പര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ആ വാദഗതിയിലേക്ക് വരാതെ വലിയ വലിയ വാക്കുകളെ ഉച്ചരിച്ചുകൊണ്ട് പൊങ്ങച്ചം പറഞ്ഞ് ജീവിതത്തെ തൊലച്ച് കളഞ്ഞത് മതി. വിട്ടുകളാ. ഇവരൊക്കെ എവിടം വരം വന്നാലും സെമിട്രിക്ക് അപ്പുറം വരത്തില്ല. ഞങ്ങൾക്കൊന്നറിയാം. സ്തോത്രം. ഞങ്ങളുടെ മക്കൾ വന്നില്ലെങ്കിലും ശരി, സെമിട്രിയിൽ വന്നില്ലെങ്കിലും ശരി, ഞങ്ങളുടെ ആരെങ്കിലും ഭാര്യ സെമിട്രിയിൽ വന്നില്ലെങ്കിലും ശരി, ഞങ്ങൾക്കൊന്നറിയാം. സെമിട്രിക്ക് അപ്പുറം ഞങ്ങളുടെ ആത്മാവിനെ സ്വീകരിച്ച് കൊണ്ടുപോയ
തമ്പുരാൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. എന്ന് പറഞ്ഞാൽ എപ്പോൾ മരിച്ചപ്പോൾ തന്നെ ആത്മാവിനെ ദൈവദൂതൻ വന്ന് കൊണ്ടുപോയി. എവിടെ കൊണ്ടുപോയി? സ്വർഗത്തിലേക്കല്ല കൊണ്ടുപോയത്. സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതൊക്കെ പിന്നീടുള്ള കാര്യമാണ്. പിന്നെ എവിടെ കൊണ്ടുപോയി? അതിന് റെസ്റ്റ് ഹൗസ് എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിൽ വിശ്രമസ്ഥലമെന്നും പറയും. വിശ്രമസ്ഥലത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങൾക്ക് ഇന്ന് മരിക്കുന്നതിനും സന്തോഷമാണ്, മരണം ഞങ്ങൾക്ക് ലാഭമാണ്. അതുകൊണ്ട് പ്രിയരെ, അബ്രഹാമിൻ്റെ പാരമ്പര്യം പറഞ്ഞ് കാലം പോക്കല്ലേ. യോഹന്നാന്റെ സുവിശേഷം ഒരു വാക്യം കൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 9-ാം അധ്യായം അതിൻ്റെ 28-29 വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 9:28-29. അപ്പോൾ അവനെ ശകാരിച്ചു, നീ അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ. ഒരു കുരുടന്റെ കണ്ണ് സൗഖ്യമാക്കിയപ്പോഴത്തേക്കും പ്രശ്നമായി. അവൻ കുരുടനായിരുന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആ പ്രശ്നം എന്താണ്? ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ കുരുടനോട് ചോദിച്ചു, നീ ആരാ നിന്നെ കണ്ണ് തുറന്നതെന്ന് പറ, ആരാ തുറന്നതെന്ന് പറ. കുരുടൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് 1-2 വട്ടം പറഞ്ഞല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല. നിങ്ങൾക്കും യേശുവിന് ശിഷ്യനായിരിക്കാൻ മനസ്സുണ്ടോ? ഉടനെ അവർ പറയും, ആഹാ കൊള്ളാം, നീ യേശുവിന് ശിഷ്യൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവോ? നീ മുഴുവൻ പാപത്തിൽ പിറന്നവൻ. അവന് മുദ്രയിട്ട് നീ മുഴുവൻ പാപത്തിൽ പിറന്നവൻ. അവനെ എഴുതി തള്ളി. സ്വോത്രം. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങളേ മോശയുടെ ശിഷ്യൻ. ഉണ്ടോ പാരമ്പര്യം പറയുന്നത്? മോശയുടെ ശിഷ്യന്മാർ. അവർ ഊറ്റം കൊള്ളുന്നതുണ്ടോ? അവരതിൽ തൃപ്തിപ്പെടുന്നതുണ്ടോ? അവരതിൽ ആഹ്ലാദിക്കുന്നത് കണ്ടോ? ഇതുപോലെയുള്ള എത്ര ആൾക്കാർ ഇന്ന് ഈ ഭൂതലത്തിലുണ്ട്, മലയാള നാട്ടിലുണ്ട്. അപ്പോൾ ഇങ്ങനെ പാരമ്പര്യം പറയുന്ന, മോശയേക്കാൾ പാരമ്പര്യമുള്ളത് അബ്രഹാമിനാണ്. അബ്രഹാമിൻ്റെ പാരമ്പര്യം മിണ്ടരുന്ന യോഹന്നാൻ പറഞ്ഞ് താക്കീത് ചെയ്തിരിക്കുന്നത്. ഇവിടെ പറയുന്നു, ഒരു പിറവിക്കുടനോട് കർത്താവിൻ്റെ കണ്ണ് തുറന്നു കൊടുത്ത് ശരിയാണ്, കാഴ്ചയുള്ളവനായി തീർന്നു ശരിയാണ്. അപ്പോൾ അവൻ ചോദിച്ചു, നിങ്ങൾ പിന്നെ ചോദിക്കുന്നത് യേശുവിന് ശിഷ്യനാകാനാണോ പോകുന്നത്? യേശുവിന് ശിഷ്യനോ? ഇത്രയും വിലയില്ലാത്ത, വില കുറഞ്ഞ മാർഗം, കിടപ്പാൻ വീടില്ലാത്ത, കഴിപ്പാൻ ആഹാരമില്ലാത്ത, കൂടെ നിൽക്കാൻ 4 ബലമുള്ള സഹോദരന്മാരില്ലാത്ത, പൈസ ഉള്ളവരില്ലാത്ത യേശുവിന് ശിഷ്യനോ? ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്. മോശയുടെ ദൈവം സംസാരിച്ചു. അടുത്ത വരി അങ്ങനെയാണ്, മോശയുടെ ദൈവം സംസാരിച്ചു. ഓക്കെ, ദൈവം സംസാരിച്ചു, ആയിക്കോട്ടെ, ശരി. നമുക്ക് ചുരുക്കണം, അവസാനിപ്പിക്കണം. പറഞ്ഞു വന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ക്രിസ്തീയ പാരമ്പര്യം എന്ന് പറയുന്നത്, ആ പാരമ്പര്യത്തിൻ്റെ അടയാളം, ഉത്ഭവം ദൈവസഭയാണ്. ദൈവസഭ എന്ന് പറയുന്നതിൻ്റെ ജന്മനാൾ എപ്പോഴാണ്? കണ്ടു, ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടു. നിങ്ങൾ തന്നെ തിരിഞ്ഞു നോക്കണം, നിങ്ങളുടെ പാരമ്പര്യം ഏതാണ്? കുടുംബ പാരമ്പര്യമാണോ? കുടുംബ പാരമ്പര്യമാണെങ്കിൽ നിങ്ങൾ അറിയുക, അത് ക്രിസ്തീയ പാരമ്പര്യമായിരിക്കില്ല. ക്രിസ്തീയ പാരമ്പര്യമാണെന്നെങ്കിൽ അവിടെ ഛിദ്രബുദ്ധിക്കും, അവിടെ കലഹത്തിനും ഷണ്ടയ്ക്കും അതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾക്കും അസഭ്യങ്ങൾക്കും ഒന്നും ചാൻസില്ല. അത് പൈശാചികൻ്റെ ഉറവിടത്തിൽ നിന്ന് വരുന്നതാണ്. പൈശാചിൻ്റെ ഉറവിടം ക്രിസ്തീയ പാരമ്പര്യത്തിനകത്ത് ഉണ്ടാകാൻ പാടില്ല. ശരി, ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞാനൊരു വാക്ക് പ്രാർത്ഥന നിർത്താം, പെട്ടെന്ന് നിർത്താം. ദൈവത്തിന് സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ പാരമ്പര്യത്തെക്കുറിച്ച് അല്പസമയം എൻ്റെ പ്രേക്ഷകരോട്, പൊതുലോകത്തോട് കർത്താവെ ഇടപെടുവാൻ അവസരമുണ്ടായല്ലോ, ഓർമ്മപ്പെടുത്താൻ സാധിച്ചല്ലോ. തിരുവെഴുത്താണല്ലോ അതിൻ്റെ മൂല്യം, അതിൻ്റെ അസ്ഥിവാരം തിരുവെഴുത്താണല്ലോ. കർത്താവെ, ആ തിരുവെഴുത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടികൾ പറഞ്ഞ കാര്യങ്ങളെ കേൾവിക്കാരായ ജനങ്ങൾക്ക് പരിശുദ്ധാത്മാവെ പ്രകാശിപ്പിക്കണമേ, ബോധ്യം വരുത്തണമേ, അവരെ ഉണർത്തണമേ, ഒരുക്കണമേ. അവരുടെ ശാരീരിക കാര്യത്തിന് ആശ്വാസവും വിടുതലും കൊടുക്കണമേ. അവരുടെ മാനസിക മണ്ഡലത്തിന് സമാധാനം, സ്വസ്ഥതയും കൊടുക്കണമേ. അവരുടെ ഹൃദയത്തിൽ ദൈവരാജ്യത്തിൻ്റെ ദർശനവും പ്രത്യാശയും നൽകണമേ. അവരുടെ ആവശ്യങ്ങൾ ദൈവത്താൽ നിറവേറുവാൻ കാരണമാകട്ടെ. എല്ലാ മഹത്വം അങ്ങേക്ക് നൽകുന്നു. വിശുദ്ധ ജനത്തെ ചേർക്കാൻ വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.